മെമ്മറീസ് ആണോ ദൃശ്യമാണോ എന്നുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ. ദൃശ്യം ഈസ് എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ് എന്നും പറയും. 3 വരാൻ പോവാണ്, ഒരു ഭയങ്കര ഹൈപ്പാണ്. എൻ്റെ സിനിമ എങ്ങനെയെങ്കിലും 100 കോടി എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ശ്രമമൊന്നുമില്ല. ഫാൻ പ്ലോട്ട്സ് വായിക്കാറുണ്ടോ ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ? എനിക്ക് ഒത്തിരി പേര് മെയിലിടാറുണ്ട് 3യുടെ കഥ എൻ്റെ ഉണ്ടെന്ന് ഞാനൊന്നും അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത്. എന്റെ കുടുംബത്തിലും ആരെങ്കിലും ഇതുപോലെ വന്നാൽ ഞാനും കൊല്ലും. പേരെന്താ? എന്റെ പേരോ ഹരിയാണല്ലോ ഇത് ചെയ്യും. ഒരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി, ഇവിടെ കേരളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം. ഉടനെ എല്ലാവരും കൂടെ എന്നാൽ എന്താ പറയുക സൂപ്പർ ഹീറോ ചെയ്തേക്കാന്ന് പിന്നെ ഇറങ്ങരുതെന്നാ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ സിനിമ റാം. ഞാനത് മറന്നുപോയി കേട്ടോ. റാം സാറ് പറഞ്ഞു. ഇപ്പോൾ അത് നിൽക്കുന്ന സ്റ്റേജിൽ സങ്കടം. തന്റെ എല്ലാ അഭിമുഖങ്ങളിലും ഭാര്യയും 2 മക്കളെയും കുറിച്ച് വാചാലനാകുന്ന സംവിധായകൻ മലയാളി ക്രാഫ്റ്റ്സ്മാൻ ലെജൻഡറി ഡയറക്ടർ ജിത്തു ജോസഫ്. നമസ്കാരം സർ. നമസ്കാരം. വെൽക്കം ടു ന്യൂസ് 18. ഹ്യൂജ് ഫാൻ ബോയ്. അതുകൊണ്ട് ഞാനൊരു ഇന്റർവ്യൂവർ ആയിട്ട് നിൽക്കുകയല്ല, ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം സാറിന്. അത് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ കണ്ടൊരു കാര്യം, ഒരു ഭരദ്വാജ് ശങ്കറുമായിട്ടുള്ള അഭിമുഖം ആണെന്ന് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് 18 സിനിമകളോളം താങ്കൾ ചെയ്തിട്ടും താങ്കൾ അറിയപ്പെടുന്നത് ദൃശ്യം എന്ന സംവിധായകനായിട്ടാണ്. അത് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ആ അഭിമുഖത്തിൽ. പക്ഷേ അവിടെയും കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടെ ഞങ്ങൾ പോലുള്ളവർക്ക് മെമ്മറീസ്, മൈ ബോസ് തുടങ്ങിയ സിനിമകളെല്ലാം വരുന്നുണ്ട്. അപ്പോഴും ഈ ഒരു ഫൈറ്റ് ഉണ്ട്, മെമ്മറീസ് ആണോ ദൃശ്യമാണോ എന്നുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ട് താങ്കൾ ദൃശ്യം എന്ന സിനിമയിൽ മാത്രമാണ് ലേബൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്? ലേബൽ ചെയ്യപ്പെടുന്ന അതിലാണ്. ഞാൻ ഒത്തിരി വേറെ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, കൊമേഴ്സ്യൽ ഹിറ്റുകളുണ്ട്, അല്ലാതെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ സബ്ജക്ട്സുകൾ എടുത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ പെട്ടെന്ന് എവിടെ വെച്ചാൽ ആൾക്കാർ തിരിച്ചറിയുന്നതും ചെയ്യുന്നതും ദൃശ്യം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ. കാരണം ദൃശ്യം തൊട്ടാണ്, കാരണം അതൊരു എന്താ പറയുക, നമ്മുടെ സംസ്ഥാനവും കടന്ന് രാജ്യവും കടന്നു പോയൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ ഭയങ്കര. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ദുബായി പോയപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഒരു ഫോട്ടോ എടുക്കുക, എൻ്റെ മോനെ കാണിക്കാനാണ്. അതിന് 6 വയസ്സോ 6 വയസ്സോ 7 വയസ്സുള്ള പ്രായമുള്ള ഒരു കൊച്ചാണ്. അവനിപ്പോഴും അവന് അടങ്ങി ഒതുങ്ങി അവന് പല ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് ദൃശ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ ഇരുന്ന് കാണുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും ചെറിയൊരു കൊച്ചിനൊക്കെ എങ്ങനെയാണ് ദൃശ്യത്തിലൂടെ ഇത്രയും ദൂരം നയിച്ചോളൂ. ഒരു വേറെ സീരിയസ് സബ്ജക്റ്റ് അല്ലത് ഇത്. എനിക്കറിയില്ല, മേ ബി അതായിരിക്കാം, അതിനകത്ത് എന്തോ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു ദൃശ്യം ഇതാണല്ലോ. അപ്പം അതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമുണ്ട്, പക്ഷേ സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ അതിനകത്ത് ഒന്നും പറയാനില്ല. ഞാനിപ്പോഴും പറയും ദൃശ്യം ഈസ് എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ് എന്നും പറയും. കാരണം ഒരു തരത്തിൽ അതാണ്, വേറൊരു തരത്തിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഏത് പടം ചെയ്യുമ്പോഴും ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു ദൃശ്യം പോലെ ആയില്ലാണ്. അതിന് ഞാൻ ദൃശ്യമല്ലല്ലോ ചെയ്തത് അത്. പക്ഷെ അതിൽ നിന്ന് അത് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതിൻ്റെ പുറകെ സെക്കൻഡും തേർഡും ഒക്കെ ഇറങ്ങുന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. അപ്പോൾ പക്ഷേ മെമ്മറീസ് ഓഫ് കോഴ്സ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൃശ്യം ഇഷ്ടമാണ്, പക്ഷേ മെമ്മറീസാണ് കൂടുതൽ. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് ആക്ച്വലി സ്ക്രിപ്റ്റിങ്ങും കുറച്ച് മേക്കിങ്ങും കൂടെ അതിനകത്തൊരു ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട്. ദൃശ്യം കുറച്ചുകൂടി ഒരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ഫിലിമാണ്. അതിനങ്ങനെ ഭയങ്കരമായ ആ സ്ക്രിപ്റ്റ് ആരെടുത്ത് ഡയറക്റ്റ് ചെയ്താലും അതിനകത്ത് ഒരു ആ ഇമ്പാക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ എല്ലാ സിനിമയും പ്രിയപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് അതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മമ്മി ആൻഡ് മീൻ, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയും. പക്ഷേ ദൃശ്യം ഇഷ്ടമാണ്, മെമ്മറീസും എനിക്കിഷ്ടമാണ്. ആസ് എ ഫിലിം മേക്കർ രണ്ടും കൂടെ സെറ്റായി വന്ന റൈറ്റിങ്ങും ഡയറക്ഷനും സെറ്റായി വന്ന മെമ്മറീസാണ്. അപ്പം അതങ്ങനെ കിടക്കും. ദൃശ്യം 2ഉം 3 വരാൻ പോവാണ്, ഒരു ഭയങ്കര ഹൈപ്പാണ്. ഇപ്പോൾ സാറ് ദൃശ്യം 1 വന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണല്ലോ വന്നത്. തിയേറ്ററിലേക്ക് വരുന്നു, ഡിസംബർ മാസം അവസാനം വരുന്നു, ഒരു ലാലേട്ടൻ ഫാമിലി പടം എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്റ്റോം ക്രിയേറ്റ് ചെയ്യുന്നത്. ദൃശ്യം 2 വന്നപ്പോഴേക്കും ഡയറക്റ്റ് OTT ലോട്ട് മാറി. ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഈ 100 കോടി 150 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. പണ്ട് ദിവസങ്ങളാണ് റൺ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് റൺ ചെയ്യുന്നത് ഈ ക്രോർസിന്റെ ബിസിനസ്സാണ്. ദൃശ്യം 3 വരുമ്പോഴേക്കും ഈ ക്രോർ ക്ലബ്ബിൽ കയറും, ആ ക്രോർ ക്ലബ്ബിൽ കയറും എന്നുള്ള ചർച്ചകളുണ്ട്. ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ സാറിന്റെ ടേക്ക് എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും വറീഡ് ആയിട്ടുള്ള ഒരാളെ അല്ല. അതിൻ്റെ ഒരു പ്രയോറിറ്റിയിലേ ഇല്ല നല്ല സിനിമ ചെയ്യാന്നുള്ള. കാരണം അന്ന് ദൃശ്യം 1 ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് 50 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ആണ് ഏതൊരു ന്യൂസ് കഴിഞ്ഞ് ഫോണിൽ കൂടി ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ് തോന്നുന്നത്. കാരണം ആ സമയത്ത് ബോളിവുഡിൽ കിടന്നായിരുന്നു 100 കോടി കളിച്ചോണ്ട്. ഞാൻ പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ഇങ്ങോട്ട് വരും. കാരണം നമ്മളെല്ലാം ആ ചില ട്രെൻഡ്സിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ കോടി ക്ലബിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നല്ല സിനിമകളുണ്ടാകുക,
അത് മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനിപ്പോൾ 100 കോടിയായാലും 10 കോടിയാണേലും അത് സംഭവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സിനിമ എങ്ങനെയെങ്കിലും 100 കോടി എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ശ്രമമൊന്നുമില്ല. ഒരു കഥ കിട്ടി സിനിമ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ സാർ പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര മാസ് പരിപാടി അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. ഇതൊരു സാധാരണ സബ്ജക്റ്റാണ്. ഞാൻ റിസ്ക് എടുക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് റിസ്ക്? അല്ല, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് കോവിഡ് കാലമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഈ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ വായിക്കാറില്ല. അപ്പോൾ 1-2 പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പം കുറച്ച് പേരിങ്ങനെ എഴുതിയിരുന്നു, പുള്ളിക്ക് ഇപ്പോൾ കോവിഡിന് വേറെ പണിയില്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ പെട്ടെന്ന് പൈസയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടുന്ന ഒരു ഇതാണെന്ന് വിചാരിച്ചു. പുള്ളിക്ക് ആരും വലിയ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2 ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവിടെ തന്നെ 1 ആണ് കുറച്ചുകൂടെ നല്ലത്, 2 ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് വാദിക്കുന്നവരും ഉണ്ട്. അല്ല, അതേമാതിരി അത് സബ്ജക്റ്റീവാണ്, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് എന്നുണ്ടാകുന്നതാണ്. പക്ഷേ എന്തായാലും 2 നന്നായി വന്നു. അതിപ്പോൾ ഫസ്റ്റിന് മുകളിലോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല. അത് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ കൂടുകയാണ്. അപ്പം ആ എക്സ്പെക്റ്റേഷനാണ് എൻ്റെ പ്രശ്നം. അതിലാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന, ഞാൻ എഴുതിയ തിരക്കഥ ഒരു നല്ല സിനിമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ കാരണം ഫസ്റ്റ് പോലെയല്ല സെക്കൻഡിൻ്റെ ഇത്. സ്ക്രിപ്റ്റിങ്ങിൽ വ്യത്യാസമുണ്ട്, എൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണിൽ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് തേർഡ്. അപ്പം ആ സെക്കൻഡിൻ്റെ പാറ്റേൺ ഓഫ് സ്ക്രിപ്റ്റിലല്ല, അതിൻ്റെ മുകളിലൊരു സ്ക്രിപ്റ്റിംഗ് അങ്ങനെ പറഞ്ഞല്ല ഞാൻ തേർഡ് ഉണ്ടാക്കുന്നത്. തേർഡ് ഞാനൊരു കഥയെ ഓർഗാനിക്കലി അപ്രോച്ച് ചെയ്യുകയാണ്. ആ കഥയെ ഓർഗാനിക്കലി, ക്യാരക്ടേഴ്സിനെ ഓർഗാനിക്കലി ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ്. അവിടെ അതിൻ്റെ മേക്കിങ്ങെന്നോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിംഗ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും വരില്ല. ഓർഗാനിക്കലി അവിടെ ഏത് രീതിയിലാണ് ആ കഥ പോകേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനുള്ള കാര്യങ്ങളെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല, അതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യുന്ന റിസ്ക്. ഫാൻ പ്ലോട്ട്സ് വായിക്കാറുണ്ടോ ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ? ഓരോ കഥകൾ മെനഞ്ഞെടുക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ തന്നെ. 3 ഇങ്ങനെയാവാം, ജോർജ് കുട്ടി 3 ഒന്നും വായിക്കാറില്ല. അല്ല, എനിക്ക് ഒത്തിരി പേര് മെയിലിടാറുണ്ട് 3 കഥ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയാൻ. ഞാനൊന്നും അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. കാരണം അത് വായിച്ചിട്ട് പിന്നെ അത് ഇൻഫ്ലുവൻസ്ഡ് ആയി, അങ്ങനത്തെ പ്രശ്നം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ആലോചിക്കുന്നുണ്ടല്ലോ. ഓക്കെ. ഇപ്പം ജോർജ് കുട്ടി എന്ന വ്യക്തി സാറിന് ഒരു വില്ലനാണോ നായകനാണോ? അതായത് സാറിന് മനസ്സിലായി ഒരു ക്രിയേറ്ററിന് പച്ചയായ മനുഷ്യനാണ്. അയാളൊരു പച്ചയായ മനുഷ്യനാണ്. നമ്മൾ ആ സാഹചര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെ ആ മനുഷ്യൻ ചെയ്യുന്നുള്ളൂ. ഗതികെട്ടിട്ടാണ് പുള്ളി അതങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അയാളൊരു പച്ചയായ മനുഷ്യനാണ്. വില്ലനോ നായകനോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ അയാൾ നായകനാണ്. ആ ഓപ്പോസിറ്റ് ഫാമിലിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി അയാളൊരു വില്ലനാണ്. പോലീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി അയാളൊരു വില്ലനാണ്. മനസ്സിലായോ? അതും സബ്ജക്റ്റീവാണ്. ഇപ്പം സാറ് അതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രസ് മീറ്റിലാണ് പറഞ്ഞത്, എൻ്റെ കുടുംബത്തിലും ആരെങ്കിലും ഇതുപോലെ വന്നാൽ ഞാനും കൊല്ലും എന്ന്. തീർച്ചയായിട്ടും ഹരിയാണല്ലോ ഇത് ചെയ്യും. വീട്ടിൽ കയറി വന്ന് സ്വന്തം മകളെയോ അല്ല മകനെയോ ഉപദ്രവിക്കാനായിട്ട് ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി നമ്മുടെ സ്വന്തമല്ല, സ്വന്തമായിട്ടുള്ളത് നമുക്ക് വിലപ്പെട്ടതാണ്. അത് കഴിച്ചിട്ടേ ഉള്ളൂ അത്. അപ്പോൾ അവർക്ക് ലൈഫ് ത്രെട്ടനിങ്ങോ അവർക്ക് ഇതുണ്ടാകുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കൊല്ലണ്ട വന്നാൽ കൊന്ന് കളയും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പച്ചയായ മനുഷ്യനാന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ആരെയും കൊല്ലരുതെന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ ഉപദ്രവിക്കുമ്പോഴും ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ റിഫ്ലെക്സ് ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ചിലപ്പോൾ കൊല്ലണം എന്നുള്ളൊരിത് കാണില്ല. പക്ഷെ ആ സമയത്ത് അവിടെ മകളെ രക്ഷിക്കുക അല്ല മകനെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഇതായിരിക്കും. ഞാൻ നമ്മുടെ സിനിമയിൽ അത് വേറെ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ മനുഷ്യൻ സംഭവിക്കാം. ഇപ്പം മിറാഷിലേക്ക് വരുമ്പോൾ സാർ, ഇപ്പം സാർ ഒരു സിനിമ വരുന്നു, ഇത് ആദ്യം ഇതിനെപ്പറ്റി ആളുകൾക്ക് ഇപ്പം എൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ കാര്യത്തെ പറ്റി ഭയങ്കര അവെയർ ആയിരുന്നില്ല. പെട്ടെന്നൊരു ട്രെയിലർ വരുന്നു, പോസ്റ്റർ വരുന്നു, ജിത്തു ജോസഫിൻ്റെ സിനിമ വരുന്നു, ജിത്തു ജോസഫ് ഒരു പടം വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല എന്നൊരു ഇൻറ്റ്യൂഷൻ പ്രേക്ഷകർക്കിടയിൽ വരുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരു ബാധ്യതയാകാറുണ്ടോ? ഞാനൊരു സിനിമ അപ്പാർട്ട് ഫ്രം ദൃശ്യമാണെങ്കിൽ പോലും ഒരു ബാധ്യത. അത് എന്നെ ഒരു രീതിയിലും ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ എനിക്കറിയില്ല, ചിലപ്പം എൻ്റെ നറേറ്റീവ് പാറ്റേൺ ഇഷ്ടമുള്ളവർക്കാണത്. ഇത് അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാകാം. ഞാൻ കഥ പറയുന്ന എപ്പോഴും കുറച്ചൊരു റിയലിസ്റ്റിക് ടച്ചിലാണ് പോകുന്നത്. ഞാൻ എന്താ പറയുക, ഭയങ്കര റിയലിസ്റ്റിക് ഫിലിമിൻ്റെയും കൊമേഴ്സ്യൽ സിനിമേൻ്റെയും ഒരു നടുവിലൂടെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമകളിൽ ഞാനിപ്പോൾ നമ്മുടെ ക്യാമറമാനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, എന്താ പറയുക, വിഷ്വൽസ് ഗ്ലാമറൈസ് ചെയ്യാറില്ല. കാരണം ഞാനെപ്പോഴും പറയുന്ന കഥകൾ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ പച്ചയായ രീതിയിൽ അല്ലെങ്കിൽ നാച്ചുറലായിട്ടാണ് പറയാൻ, റിയലിസ്റ്റിക് ആയിട്ടാണ് പറയാൻ. പക്ഷേ സിനിമ എപ്പോഴും, ഇന്ത്യൻ സിനിമ എപ്പോഴും കുറച്ച് വിഷ്വൽസ് ഗ്ലാമറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഒരു പോലീസ് സ്റ്റേഷൻ
അല്ലെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മതി, ഒരു വീട് ഇങ്ങനെ ചെല്ലുമ്പോൾ ആസിറ്റീസ് അങ്ങനെ മതി, അതിനകത്ത് ഒത്തിരി പണിയാൻ പോരുത്, ആ വീട് അങ്ങനെ ഇരിക്കണം. അപ്പം പലരും ആർട്ട് ഡയറക്ടേഴ്സ് അവരങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല അതാണ്. കാരണം ഇപ്പം ജോർജ് കുട്ടിയുടെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും അത് പുതുക്കി പണിതൂടെ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അയാൾ പിശുക്കനാ, അയാൾ അങ്ങനെ പൈസ, അയാളുടെ വണ്ടി തന്നെ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു ആംഗിളിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം അത് എൻ്റെ ഒരു നരേറ്റീവ്. അല്ലെങ്കിൽ ഞാനൊരു മാസ് സിനിമ ചെയ്യണം, ഭയങ്കര കളർഫുൾ അങ്ങനത്തെ സിനിമ ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു വേറൊരു രീതിയിലുള്ള ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് എൻ്റെ ഒരു നരേറ്റീവ് പാറ്റേൺ ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ പടം വരുമ്പോൾ ആ പാറ്റേൺ ഓഫ് സിനിമയിൽ തന്നെ സ്നേഹിച്ച് ഇഷ്ടപ്പെടുന്നവർക്കും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവാം. അതൊരു ബാധ്യതയായിട്ട് എടുക്കേണ്ട, ഉത്തരവാദിത്വമായിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുക ഉത്തരവാദിത്വം. കാരണം അവരാണല്ലോ എന്നെ ഈ പൊസിഷനിൽ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ അതെങ്കിലും തിരിച്ച് ആ ഒരു ആത്മാർത്ഥതയും കാണിക്കണ്ടേ. ഇപ്പോൾ സർ റൈറ്ററാണ്, ഡയറക്ടറാണ്, ഒരു കോ റൈറ്റർ ഉണ്ടാവുന്നത് എത്രമാത്രം ഗുണമാണ്? ഇപ്പോൾ ഒരു ബേസിക്കലി ഞാൻ തന്നെ എഴുതുമ്പോഴുള്ള കുഴപ്പം വെച്ചാൽ എനിക്ക് ജീവിതത്തെക്കുറിച്ചും എൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അത് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് വേറൊരു തേർഡ് ബ്രെയിൻ വരുന്ന വേറൊരു കാഴ്ചപ്പാട് വരുന്നതാണ്. അപ്പോൾ വേറൊരാളൊരു കഥയായിട്ട് വരുമ്പോൾ അയാളുടെ കാഴ്ചപ്പാട്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് കൃഷ്ണകുമാർ കൂമനുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാടിന് ആ സിനിമയിൽ ഒത്തിരി ബെനിഫിഷ്യൽ ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അതിന് വേറൊരു തലം ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും വേറൊരു റൈറ്റർ വരുമ്പോൾ അതിനകത്ത് കുറച്ചൊരു ഫ്രഷ്നെസ് വരും. നമ്മുടെ ഫിലിമിൻ്റെ കഥയുടെ സ്ക്രീൻ പ്ലേയിലും അതിൻ്റെ ഇതിലും മേക്കിങ്ങിലും ഒക്കെ ചെറിയൊരു ഫ്രഷ്നെസ് വരും. അപ്പോൾ എപ്പോഴും നല്ലതാണ്. ജിത്തു ജോസഫിൻ്റെ ഒരു ക്രൂ ഉണ്ട്. ഇപ്പോൾ കെ ആർ കൃഷ്ണകുമാറിൻ്റെ കാര്യം പറഞ്ഞാലും സതീഷ് കുറുപ്പിൻ്റെ കാര്യം പറഞ്ഞാലും ആ ഒരു ടീമുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണുള്ളത്. ഇപ്പോൾ മിറാഷിലും സതീഷ് കുറുപ്പ് തന്നെയാണ് DOP. ഇപ്പം ആ ഒരു ടീമുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അതിൽ സിങ്കാണ്, സെറ്റാണെന്നുള്ളതാണ്. അല്ല, അതിൻ്റെ ഇതെന്നറിയോ, ഞാനിപ്പോൾ ഈ വർഷം 4 പടമാണ് ചെയ്യുന്നു. എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിട്ടില്ല. ഈ വർഷം 4 പടം ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥിതിയിലാണ്. മിറാഷ് ഇതുണ്ട്, വലതുവശത്തെ കള്ളൻ, ദൃശ്യം. ഈ ദൃശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഒന്നെങ്കിൽ ഫഹദിൻ്റെ സിനിമ തുടങ്ങും, അല്ലെങ്കിൽ വേറൊരു സിനിമയുടെ അത് തുടങ്ങി വെക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷം ഞാൻ സിനിമയൊന്നും ചെയ്തില്ല. അപ്പം എനിക്ക് ഈ ബാക്ക് ടു ബാക്ക് ഈ പറഞ്ഞ പോലെ എന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ്. കാരണം ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ 3 കൊല്ലം മുമ്പ് ഡിസ്കസ് ചെയ്ത് കൊച്ചു സിനിമയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഭയങ്കര 3 വർഷത്തെ പ്ലാനിങ് കൊണ്ട് ചെയ്യേണ്ട സബ്ജക്ട്സ് ഒന്നും അല്ല ഇത്. അന്ന് തൊട്ടേ ഇത് ഡിസ്കഷനിൽ മിറാഷ് ആക്ച്വലി 5 കൊല്ലം മുമ്പ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഹിന്ദിയിലൊക്കെ ചെയ്യാൻ ആലോചിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് വർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വെറുതെ ഷൂട്ടില്ലാത്ത സമയത്തും പുറത്ത് സബ്ജക്റ്റ് കേൾക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം പ്രൊജക്റ്റുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായ സപ്പോർട്ട് വേണം. എൻ്റെ ഒരു രീതികൾ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ സതീഷ് ആണെങ്കിലും ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ലൊക്കേഷൻ കാണാനായിട്ട് ഇവരൊരു ടീം പോകും. അപ്പുറത്ത് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി. ഇപ്പം 2 പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും 2 പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അല്ല, അത് ആ പിള്ളേരുണ്ട്, അവർ പറഞ്ഞ് ഞാനതിനെ കോർഡിനേറ്റ് ചെയ്താൽ മതി. അവർ വന്നിട്ട് ഓരോ ഇത് വന്നിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിങ്ങനെയാണ്. അപ്പോൾ അവർ ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ആളുണ്ട്. അപ്പം അടുത്ത കൊല്ലത്തേക്ക് നമ്മളൊരു തെലുങ്ക് പടമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെയും റൈറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് പല രീതിയിലായിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, സപ്പോർട്ട് അവർക്കറിയാം എൻ്റെ രീതികൾ. പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പ്രഷർ കൂടും. കാരണം ഇതെല്ലാം മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ പുതിയ ആൾക്കാരാകുമ്പോൾ, അല്ല പഴയ എൻ്റെ കൂടെയുള്ളവരാകുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴേ അറിയാം, ഇതിങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടുണ്ട്. ആ കംഫർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. 2 കാര്യങ്ങൾ ഞാനിപ്പോൾ സാർ പറഞ്ഞതിൽ പിടിച്ചു. ഒന്ന്, ഒരു ഫഹദ് പടം വരുന്നു എന്നുള്ളത്, തെലുങ്ക് പടങ്ങൾ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആ ഫഹദിന്റെ പടത്തിന്റെ അപ്ഡേറ്റുകൾ എന്നുള്ളത് അത് സ്ക്രിപ്റ്റ് നേരത്തെ തീർന്നു. അത് ആക്ച്വലി ഈ സെപ്റ്റംബറിലൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോൾ ഫഹദ് ഒന്ന് വേറൊരു എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് പുഷ് ചെയ്ത് വെക്കാവോ, പുള്ളിക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്ത് വെക്കാം. അങ്ങനെ ദൃശ്യം കയറിയത്. അതുകൊണ്ട് ദൃശ്യം നേരത്തെ പ്രീ ആയിട്ട് ചെയ്യുന്നു. ഈ തെലുങ്ക് പടത്തിന്റെ കാര്യം എന്താണ്? തെലുങ്കിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. 2 പ്രോജക്ട്സ് ഉണ്ട്. അത് സബ്ജക്ട്സ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അവർക്ക് സബ്ജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ആർട്ടിസ്റ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അത് സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. അതൊരു സൈഡിൽ കൂടെ അതിൻ്റെ റൈറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഞാനൊരു 2020 സാറിനോട് കളിക്കുകയാണ്. ഒരു 20 ചോദ്യം സാറിന് ഒരു സെന്റൻസിൽ എന്തുകൊണ്ട്, പിന്നെ ഒറ്റ സെന്റൻസ്. കളികളിലാണ് ഞാൻ പരാജയപ്പെട്ടത്. ഇല്ല, വേറെ ഇതൊന്നുമല്ല, ഓൺലി റിലേറ്റഡ് ടു ഫിലിം. വേറെ ഫിലിമാണെ പോലും എനിക്ക് ഭയങ്കര മറവിയാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജിത്തു ജോസഫിന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട സിനിമ? മെമ്മറീസ് ആയിരിക്കും. മക്കൾക്കും ഭാര്യയ്ക്കും
ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? അറിയില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതതിൻ്റെ ഒരു റൈറ്ററും ഡയറക്ടറും എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടായിരിക്കാം. സെക്കൻഡ്, ഈ അടുത്ത് കണ്ട് ഒരു ത്രില്ലർ സംവിധായകനായ ജിത്തു ജോസഫിനെ ത്രില്ലടിപ്പിച്ച മറ്റൊരു പടം കിഷ്കിന്ധ്യാകാന്ഡം. കിഷ്കിന്ധ്യാകാന്ഡം. അവരെ വിളിച്ച് സംസാരിച്ചിരുന്നത്? ഇല്ല, ഞാൻ ഒരിടത്ത് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ ആസിഫിനെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും ഇത് ഭയങ്കര നല്ല, എനിക്ക് അങ്ങനത്തെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സ്ലോ പേസിൽ പോകുന്നത് അതാണ് ഒരു വീക്ക്നെസ്. അതുമല്ല അങ്ങനത്തെ സിനിമകൾ വരണം. ഈ പേസ് ഭയങ്കര കൂടുന്നു അപകടമാണ്. അങ്ങനത്തെ മിറാഷ് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ് ആണ് പറഞ്ഞു. മിറാഷ് കുറച്ചുകൂടെ വേറെ ഇതിലാണ്. അല്ല, ഈ അങ്ങനത്തെ സിനിമകളും പറഞ്ഞ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരു സിനിമ, എല്ലാ തരത്തിലുള്ള സിനിമകളും ഇപ്പോൾ ലോക സംഭവിച്ചു, അത് വേറൊരു പാറ്റേൺ ഓഫ് സിനിമ. എല്ലാ തരത്തിലുള്ള സിനിമകളും സംഭവിക്കണം. ഇൻഡസ്ട്രി നിൽക്കണമെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ജോണേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലിംസും ഉണ്ടാവണം. അപ്പോഴേ ഇൻഡസ്ട്രി നിൽക്കുള്ളൂ. തിയേറ്ററിൽ ആൾക്കാർക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് തോന്നുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി അനുസരിച്ചിട്ടുണ്ട്. ഒരു കോമഡി പടം ഒന്ന് ഹിറ്റായി അല്ലെങ്കിൽ രണ്ടെണ്ണം ഹിറ്റായി പിന്നെ എല്ലാവരും കോമഡി പടം ഒരു കാലഘട്ടത്തിൽ നിറച്ചു അങ്ങനെയായിരുന്നു. അപ്പോൾ വെച്ചാൽ ആൾക്കാർ മടുത്തു. ത്രില്ലർ വരുമ്പോൾ കൂട്ടത്തോടെ ത്രില്ലർ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഫീൽ ഗുഡ്. ഒരു മാസ് പടം അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസ് പടം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആർട്ടിസ്റ്റോ നല്ലൊരു കോമഡി സബ്ജക്റ്റ് അത് ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്താൽ മതി, അല്ലാതെ ഇന്ന പാറ്റേൺ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ വന്ന് എന്തെല്ലാം വാചകടിച്ചാലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരെ സമീപിക്കുകയും ഇതും ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങൾ ഇത് അല്ല, അത് ഇങ്ങനത്തെ വേണം, വലിയൊരു പടമാണ് എനിക്ക് ഇനി ചെയ്യുന്നത്. എന്തിനാണത്? നമ്മൾ അങ്ങനെയല്ലല്ലോ, നല്ലൊരു കഥ എടുത്തിട്ട് അത് ഓക്കെ എന്നുള്ളതല്ലേ, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ രീതി അതാണ്. ഇപ്പം ഈ പറയുന്ന സിനിമ മലയാളം മച്ച് ബെറ്റർ കേട്ടോ. ഈ പറയുന്ന സിനിമ ഞങ്ങൾ ഹിന്ദിയിൽ ട്രൈ ചെയ്തു. അവിടെ കുഴപ്പമെന്ന് വെച്ചാൽ മിറാഷ് എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ഒരു ഫീമെയിൽ അപർണയുടെ ക്യാരക്ടറാണ് ആ കഥ കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ആ ഹീറോയ്ക്ക് ഹീറോയുടേതായ ഒരു റോളുണ്ട്. അപർണയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ പുള്ളിക്ക് ഒരു ക്യാരക്ടറൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബോളിവുഡിൽ ചെന്നപ്പോൾ പലർക്കും ബുദ്ധിമുട്ട്, ചേഞ്ചസ് വരുത്തണം, ഇത് കുറച്ചൊരു ഫീമെയിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനിത് ഉപേക്ഷിച്ചേക്കാന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് കാരണം ഹിന്ദിയിൽ അന്ന് ഈ എൻ്റെ കഥ നടക്കുന്നത് ലണ്ടനിലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അത് മൊത്തത്തിൽ ഞാനത് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഞാൻ ആസിഫിനെ വിളിച്ച് ചോദിച്ചു. ആസിഫിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പുള്ളി ചെയ്യും. അതിനകത്ത് വലിപ്പമോ ചെറുപ്പമൊന്നും പുള്ളിക്ക് നോക്കത്തില്ല. ആസിഫ് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ഫിക്സ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ എന്താ പറയുക, പേടിയില്ലാതെ. ഞാനതുകൊണ്ട് ആസിഫിനെ കുറിച്ച് ഈസ് എ ഡയറിങ് ആക്ടർ എന്ന് പറയുന്നത്. ഒന്നിനും പേടിക്കാതെ നല്ല ക്യാരക്ടറൈസേഷനും നല്ല സബ്ജക്റ്റും ആണെങ്കിൽ അങ്ങ് ചെയ്യുക. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഓഡിയൻസിന് കിട്ടും. അങ്ങനത്തെ ഡിഫറെൻറ്റ് സിനിമകൾ വരുമ്പോഴാണ് അത് ആൾക്കാർക്ക് വലിയൊരു അനുഭവമായി വരുന്ന ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത്. മനസ്സിലായി. ഡയറക്ടർ ജിത്തു ജോസഫിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ഒന്ന്, വീക്ക്നെസ് ഒന്ന്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ച ഒരു വലിയ ഫാക്ടറുണ്ട്. മണി ഈസ് നോട്ട് എവറിത്തിങ്. ലൈഫിൽ പണമല്ല ഏറ്റവും വലിയ കാര്യം എന്നെൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കെപ്പോഴും ഞാൻ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കാറില്ല. എൻ്റെ ശരിയിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ സൊസൈറ്റി എന്ത് പറയുന്നു നമ്മൾ നോക്കാൻ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം ദുസ്സഹമാവും. വീക്ക്നെസ് എന്താ പറയുക, സൗഹൃദങ്ങൾ വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണല്ലോ എന്നോട് ചോദിച്ചില്ലേ ഇതിലിങ്ങനെ എനിക്ക് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. സത്യം പറഞ്ഞാൽ അവർ ഗസ്റ്റ് ഹൗസിൽ നിന്നൊക്കെ അവരവിടെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ പോകാറില്ല. അവിടെയൊക്കെ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവരവിടെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അത് അടഞ്ഞു കിടക്കുമ്പോൾ ഒരു സങ്കടമാണ്. മനസ്സിലായി. ഇപ്പം മിറാഷ്, ഇപ്പം സാർ പറഞ്ഞു ഇപ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടാണ് പോകുന്നത്, കുറച്ചുകൂടെ അപർണയുടെ ക്യാരക്ടർ. ഇപ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ലോകയുടെ കാര്യം സാർ പറഞ്ഞു. അതിന്റെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നത്? ഒരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി ഇവിടെ കേരളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം. കേരളത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു ഡിഫറൻറ്റ് സാധനം നല്ല രീതിയിൽ കൊടുത്താൽ ഇവിടെ പ്രേക്ഷകർ 2 കൈ നീട്ടി അക്സെപ്റ്റ് ചെയ്ത് പണ്ടും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലോകയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ചിന്തകളും ഡിഫറെൻറ്റ് ഇനിയിപ്പം ഉടനെ എല്ലാവരും കൂടെ എന്നാൽ എന്താ പറയുക സൂപ്പർ ഹീറോ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അത് അവർ ചെയ്തു. അവരതിൻ്റെ അടുത്ത പാർട്ടുകളും അതുമൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ നല്ല ഡ്രാമ.
ഇന്ന ജോണർ എന്നില്ല, ഏത് ജോണറാണേലും അത് എന്റർടൈൻഡ് ആക്കുക entertain. എന്നുള്ളതാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ജിത്തു ജോസഫിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി, ഒരു സിനിമ, ഓൾ ടൈം ഫേവറേറ്റ് ഒറ്റ പടം, എപ്പോഴും ഒരു ഗോ ടു വാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് പടം പെട്ടെന്ന് വരുന്നത് ഏതായിരിക്കും? പെട്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഏത് സീൻ വന്നാലും ഇരുന്ന് പോകുന്ന ഒരു സിനിമ സന്ദേശമാണ്. സന്ദേശം, ഇന്നും പ്രസക്തിയുള്ള സന്ദേശം. സന്ദേശം അത് ഇപ്പോഴും അതിന്റെ ഏതെങ്കിലും ഒരു സീൻ വന്നാൽ നമ്മളിങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കും. അതിനകത്ത് ഓരോ ക്യാരക്ടറൈസേഷനും ഇതുപോലെ ഒത്തിരി സിനിമകളുണ്ട്. പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ സന്ദേശമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ സിനിമ, അതായത് ഷൂട്ടിംഗ് സമയത്ത് എന്താണെന്ന് വെളിപ്പെടുത്തണ്ട, പക്ഷെ എന്നാലും ഭയങ്കര തലവേദനയായി, നമ്മൾ വിചാരിച്ച പോലെ ഷെഡ്യൂൾ ഒന്നും പോയില്ല എന്ന് തോന്നിയൊരു സിനിമ താങ്കളുടെ 18 സിനിമകളിൽ? റാം. ഷൂട്ടിംഗ് യെസ് എക്സാക്ട്ലി, ഷൂട്ടിംഗ് സമയത്ത് റാം. കാരണം കുറേ പ്രശ്നങ്ങളുണ്ടായി. എക്സാക്ട്ലി, ഞാനത് മറന്നുപോയി കേട്ടോ. റാം സാറ് പറഞ്ഞു. കാരണം വെച്ചാൽ എത്ര നാളായി അത്. അപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്ന ഒത്തിരി. ഞാനൊരു തീർപ്പിനോട് ചോദിക്കുകയാണ്, ഇസ് ദാറ്റ് ഓൺ, റാം ഓൺ ആണോ? അത് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാം ഓരോ തവണ അവർ വരുമ്പോഴും ഞാനും ലാൽ സാറും ഒക്കെ ആൻ്റണിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ റെഡിയാണ്, എപ്പോൾ വേണേലും ലാൽ സാർ വേണേലും ഏത് പ്രൊജക്റ്റ് വേണേലും. പക്ഷെ കുറച്ച് നേരത്തെ പറഞ്ഞു, കാരണം താടി ആ ഗെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ കുറച്ച് പ്രയർ നോട്ടീസ് തരണം. കാരണം എനിക്കും പ്രിപ്പറേഷൻ ഉണ്ട്, കാരണം ഇനി ടുണീഷ്യയും UK ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്ത് വരണം, അതാണ് പ്രോബ്ലം. ഇല്ല സാർ, ഞാൻ ഒരു ഡയറക്ടേഴ്സ് ആസ്പെക്ട് ചോദിക്കുന്നത്, ഇത്രയും ഷൂട്ടിംഗ്, പല ലൊക്കേഷൻസ്, ഇത്രയും പ്ലാനിങ്സ്, ആൻഡ് ഇപ്പോൾ അത് നിൽക്കുന്ന സ്റ്റേജിൽ what do you feel? എന്താണ് സങ്കടം? കാരണം അതിനകത്ത് ഒത്തിരി എഫേർട്ട്, ഞാൻ മാത്രമല്ല ലാൽ സാറിനൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. അത്രയും ഒരു എഫേർട്ട് ഇട്ട് നമ്മളത് ചെയ്തിട്ട്, അതുപോലത്തെ നമുക്ക് പുറത്തുനിന്നൊക്കെ അതുപോലെ ക്രൂവിനെ വെച്ച് സഹകരിപ്പിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ പടം അങ്ങനെ ആയപ്പോൾ നമുക്കതൊരു സങ്കടമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കമന്റ് ബോക്സിൽ എല്ലാം റാം ഉണ്ട്. റാം വേഗം ഓൺ ആവട്ടെ സാർ. സാറിന് കിട്ടിയ ഒരു ബെസ്റ്റ് ഡയറക്ഷൻ അഡ്വൈസ്, അപ്പോൾ ജയരാജ് സാറിനാണോ നിർബന്ധമില്ല, ഒരു ബെസ്റ്റ് ഡയറക്ഷൻ അഡ്വൈസ് എന്തായിരിക്കും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്? ജയരാജ് സാറിൻ്റെ ജയരാജ് സാർ തന്നെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ചെയ്യാൻ, ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ജയരാജ് സാറിനെ വിളിച്ചു. ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോകുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പടം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ ഇറങ്ങിയത്. പുള്ളി എന്നോട് പറഞ്ഞത്രേ ഉള്ളൂ, ആ സെറ്റിലെ ക്യാപ്റ്റൻ നീയാണ്, യു ഷുഡ് ബി ദ ഫൈനൽ വേർഡ്. എന്ത് ഇതെടുത്താലും തീരുമാനം അവസാനം നിന്റെ തീരുമാനമായിരിക്കണം. അപ്പം അതിനാളെ തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്തുക, പക്ഷെ ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവരെ തലക്കയറാൻ സമ്മതിക്കരുത്. മനസ്സിലായി? അതിൻ്റെ അടുത്ത് ആരുടെ അടുത്തുനിന്ന് അഭിപ്രായങ്ങൾ എടുക്കരുതെന്നല്ല, ഫൈനൽ ഡിസിഷൻ. നമ്മൾ നല്ലൊരു അഭിപ്രായമാണെങ്കിൽ എടുക്കണം, കാരണം അത് പ്രൊജക്റ്റിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അത് ആ ഈഗോ പാടില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇത് മതി, ഞാൻ കോൺഫിഡൻ്റ് ആണ്, അത് എൻ്റെ കോൺഫിഡൻസ് ആണ്, പക്ഷെ നാളെ തെറ്റിപ്പോകാം. അപ്പം ഞാൻ അത് ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്, അത് ഇന്ന് പഠിച്ച് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകും. ഒരു മൾട്ടി സ്റ്റാർ ഫിലിം ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ലൈക്ക് നായകന്മാരെ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരിക്കലും അടുത്തത് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തേക്കാം, അടുത്തത് ഇങ്ങനത്തെ ഒരു സിനിമ എന്നില്ല. ആഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാറിനേക്കാൾ എനിക്ക് പിന്നെ ഒരു കുട്ടികൾക്കുള്ള സിനിമ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ചിൽഡ്രൻസ് ഫിലിമായിട്ടൊന്നും ചെയ്യണമെന്ന് ആഗ്രഹം, മനസ്സിലൊരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ലവ് സ്റ്റോറി പ്ലാൻ ഉണ്ട്, ജിത്തു ജോസഫിന്റെ ലവ് സ്റ്റോറി, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം ഇത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗ്രൗണ്ട് വർക്ക് ഇപ്പോഴാണ് നടക്കുന്നത്. ഇത് ചിലപ്പോൾ ഇത് നമ്മൾ എല്ലാ രീതിയിലും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത് വരുന്നത്, എനിക്കറിയില്ല. അപ്പം നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പം അടുത്ത പടം ഒരു മൾട്ടി സ്റ്റാർ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യല്ല. ഇത് കഥ, ഇപ്പം ഈ കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ കഥേൻ്റെ മനസ്സിൽ ആശയം ഉള്ളതുകൊണ്ടാണ്, മറ്റേ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ആശയം ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പം അല്ലാതെ മൾട്ടി സ്റ്റാർ ചെയ്യാൻ വേണ്ടി ഒരു കഥ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. ഒരു ദിവസം സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഒട്ടും മൂടില്ല, ഷൂട്ട് ചെയ്യാൻ ഒരു മൂടില്ല, പക്ഷെ ഷൂട്ട് ചെയ്ത് പറ്റത്തുള്ളൂ. സാറിന് ഒരു മൂഡ് റീഗെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സ്? എനിക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് ഒന്നുമില്ല. ഞാൻ ചിലരങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ തിരിച്ചു പിടിക്കും എന്നൊക്കെ പറയുന്നത്, ഞാൻ അതിനകത്തൂടെ ട്രാവൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. മൂഡില്ലെങ്കിൽ മൂഡില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ, റാമിലൊക്കെ അങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷനിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ പ്രൊഡ്യൂസറുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര അപ്സെറ്റാണ്, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുക. അപ്പം മെക്കാനിക്കൽ പ്രോസസ്സാണോ അത്? അതായത് ഓർഗാനിക് അല്ലാണ്ട് മെക്കാനിക്കലായിട്ട് അവിടെ അപ്പം മെക്കാനിക്കൽ ആവുകയാണ്. പക്ഷെ ഞാനവിടെ ഇങ്ങനെ ഇന്ന് ഞാൻ അപ്സെറ്റാണ്, അതുകൊണ്ട് ഷൂട്ട് നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ
അവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ 60 ലക്ഷം 70 ലക്ഷം രൂപയ്ക്കാണ് പെർ ഡേ എക്സ്പെൻസ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ ഐ ഹാവ് ടു സെറ്റ് അസൈഡ് മൈ ഇമോഷൻസ്, അത്രേ ഉള്ളൂ. അങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു സബ്ജക്റ്റുകളോടും കൂടെ കൂടുതൽ പ്രിയം. അതുകൊണ്ടല്ല, ഞാൻ എപ്പോഴും പറയല്ലോ ഐ എം എ സ്റ്റോറി ടെല്ലർ എന്നല്ല, എനിക്ക് പുതിയ കഥകൾ പറയാനാണ് ഇഷ്ടം. ഞാനിപ്പം അതാണ്. പിന്നെ അതുമല്ല, എനിക്കിപ്പോൾ അതിനുള്ള സ്പേസേ ഉള്ളൂ. കാരണം കുറേ സബ്ജക്ട്സ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് പുറകെ അത് വരുമ്പോൾ അത് കാരണം ഒത്തിരി ആൾക്കാർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഈ മിറാഷ് എന്ന് പറയുന്ന സിനിമ, മനോജ് ഖാത്രി എന്ന് പറയുന്ന ബോംബെയിലുള്ള ഒരാൾ ഇതിൻ്റെ എൻ്റെ പുറകെ 5 കൊല്ലം നടന്നു. ആ മനുഷ്യനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. എനിക്ക് വേണേ പറയാം ഹിന്ദിയിൽ ഇതൊന്നും വർക്കാകുന്നില്ല, ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. അപ്പോൾ ഒത്തിരി എഫേർട്ട് ഇട്ടതാണ്. അപ്പം അദ്ദേഹത്തിനും ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് പ്രൊജക്റ്റ് ആക്കുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒത്തിരി അങ്ങനെ കഥകളുമായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നവർ ലാസ്റ്റ് മിനിറ്റിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന നന്നായിട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. 1.5 കൊല്ലം ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് 1.5 കൊല്ലം എൻ്റെ ഒരു കഥയെടുത്ത് ഇത് സിനിമയാക്കാനായിട്ട് അന്ന് മലയാളത്തിലെ വലിയൊരു സ്റ്റാറിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി 1.5 കൊല്ലം നടന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ആ കഥ മാറ്റി അവർ പ്രൊജക്റ്റ് മുന്നോട്ട് പോയി. പക്ഷേ കഥ മാറ്റാൻ തീരുമാനിച്ചു പോയി. ഒരു 1.5 അങ്ങനെയാണ് ഡിറ്റക്റ്റീവ് എടുത്ത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വേദന അന്ന് ഞാൻ അറിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് നമ്മളൊരാളെ കൂടെ കൂട്ടി കൊണ്ടുപോയിട്ട് ഒന്നുകിൽ തുടക്കത്തിൽ തന്നെ നോ പറയണം, അല്ലെങ്കിൽ നമ്മൾ കുറേ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല പിന്നെ അവരോട് നോ പറയാൻ. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനവിടെ എൻ്റെ സേഫ്റ്റി അങ്ങനെ എനിക്ക് അറിയില്ല. അത് ഇന്നും ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ നോ പറയാൻ മടിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങളിൽ ഒരു മടിയില്ല. ഇപ്പം നമ്മൾ വർക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയണം. ഇപ്പം താങ്കൾ എൻ്റെ അടുത്തൊരു കഥയായിട്ട് വന്നു. ഞാൻ നല്ല ഒത്തിരി ഇവിടെ ഇൻഡസ്ട്രി സംഭവിക്കുന്ന എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയാം കേട്ടോ, നമുക്ക് കേൾക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ടുണ്ട് ആളെ ഇട്ട് ചുറ്റിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കഥ പറയാനായിട്ട് ആരോടും വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ കാസർഗോഡ് നിന്ന് അവൾ വേഷം ചോദിച്ചു. അതിന് മെയിലിൽ അയക്കുക അല്ലെങ്കിൽ വേറെ രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക. കഥ കേൾക്കാനാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ അയക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ടീമുണ്ട്, അതിനൊരു സെറ്റപ്പ് ഉണ്ട്. ആ മെസ്സേജ് അങ്ങ് അയച്ചു കൊടുക്കും. അവരത് ഫോളോ ചെയ്താൽ മതി. അത് പക്ഷേ അവിടെയും സമയമെടുക്കും. അത് ലൈനപ്പാണ്. ദൂരം കഥ കേൾക്കുന്നതെന്നറിയാം. അതത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. പക്ഷേ തുടക്കക്കാർ വരുന്നവർക്ക് അതിനകത്ത് നല്ല കഴിവുള്ളവരുണ്ടാകാം. അവർക്കും ഒരു ഓക്കെ എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന എപ്പോഴാണ്. അവനൊരു 3-4 കഥ പറയുമ്പോൾ അവന് തോന്നുകയാണ് ഇത് ഞാൻ ശരിയാകില്ല എന്ന് തോന്നി അവനെ വഴിമാറി പോകാം എല്ലാ രീതിയിലും. അപ്പം അതുകൊണ്ട് പക്ഷെ അത് നേരത്തെ പറയണം. ഇങ്ങനെ കൊണ്ടുകിടന്ന് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം നടന്നു കഴിഞ്ഞിട്ട് പറയണം അയ്യോ ശരിയാവില്ല കേട്ടോ എന്ന്. അങ്ങനെ പോകുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വളരെ കെയർഫുൾ ആവുക ഞാൻ. കാരണം അങ്ങനെ കൂട്ടിയിട്ട് പിന്നെ തള്ളിക്കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഫേവറേറ്റ് മോഹൻലാൽ മൂവി ആൻഡ് ഫേവറേറ്റ് കമൽഹാസൻ മൂവി ഓൾ ടൈം ഏതെങ്കിലും ഒന്ന്? ദൃശ്യം ഒന്നും പറയരുത്, അല്ലാണ്ട് വേറെ ഇവരുടെ രണ്ടുപേരുടെയും. കമൽ സാർ മൂവി അല്ല, ലാൽ സാറിന്റെ മൂവി. ലാൽ സാറിന്റെ മൂവി ഇത്ര സിനിമകൾ അല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രേക്ഷകരോട് ചോദിച്ചു. പ്രേക്ഷകർക്ക് അറിയാൻ വലിയ ആഗ്രഹം ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിന്റെ ഫേവറേറ്റ് ലാൽ സാറിന്റെ പടം ഏതാണ് എന്നുള്ളത്. എനിക്ക് മറ്റേ ഇത് നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോ സീസൺ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പത്മനാഭൻ എൻ്റെ ഒരു ഇതായിരുന്നു, ഫേവറേറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. കമൽ സാറിൻ്റെത് പഴയകാല കുറേ സിനിമകളുണ്ടല്ലോ. പുള്ളി ഒരു ഡാൻസറായിട്ടുള്ള എൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ലാസ്റ്റ് അത്രയും നാൾ പ്രവചിച്ചിടുന്ന പുള്ളിക്കാരത്തേക്ക് ഓർമ്മയെല്ലാം തിരിച്ചു വന്നപ്പോൾ ഇയാളെ അറിയില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഉള്ള ആ സിനിമ. അങ്ങനെ കുറേ സിനിമകൾ എൻ്റെ മനസ്സിൽ വരുന്നു. പിന്നെ പത്മനാഭ സാറിന്റെ ഇന്നലെ, അത് പക്ഷേ ലാൽ സാറല്ല, അങ്ങനത്തെ ഐഡൽ ആണ്. പറച്ചിലുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പടങ്ങൾ. കാരണം സീസണൊക്കെ ഞാൻ 10-15 പേര് 10-12 അല്ല അതാ പറഞ്ഞ 10-12 ഫ്രണ്ട്സിനെയും കൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് ആനന്ദിലോ പോയി വൈകുന്നേരം ഫസ്റ്റ് ഷോ കാണാനായിട്ട് കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു നരേഷനേ, നോൺ ലീനിയർ നരേഷൻ, എക്സൈറ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയോ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തമാരും ഉറങ്ങുക. പിന്നെയൊക്കെ തട്ടി വിളിച്ച് ചെയ്ത് കുറച്ചു നേരം ഈ സിനിമയും കഴിഞ്ഞപ്പോൾ അമ്മമാർക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർ കുഴപ്പമില്ല. പക്ഷേ ഈ കഥ പറച്ചിൽ കൺഫ്യൂഷൻ. എൻ്റെ എക്സൈറ്റ്മെന്റ് അതൊക്കെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ നോൺ ലീനിയർ നരേഷൻ, അതിൻ്റെ മ്യൂസിക്, എന്തായിരുന്നു ആ പടത്തിന് എന്താ മൂഡ്, അതൊരു ഇതായിരുന്നു.
അത് എനിക്കൊരു idol-ആണ്. ഐഡലാണ്. ഓക്കെ. അഭിനയിക്കാൻ ഇനി താല്പര്യങ്ങൾ ഉണ്ടോ? ഒരു താല്പര്യമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ ചുമ്മാ വിളിച്ച് അവിടെ നിർത്തി അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുമെന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അത് നമ്മുടെ പ്രയോറിറ്റിയിലുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ. 11ാമത്തെ ചോദ്യം, ഒരു ഡയറക്ടറിന് ഏറ്റവും വേണ്ട ക്വാളിറ്റി, ഏറ്റവും മോസ്റ്റ് വേണ്ട ക്വാളിറ്റി? എനിക്ക് തോന്നുന്നത് അതൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ്. ഫൈനൽ വേർഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതെ അതിലേക്ക് നമ്മൾ ഒത്തിരി ഇപ്പൊ കൺഫ്യൂഷൻസും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അത് ആ റൈറ്റ് ടൈമിൽ എടുക്കാൻ പറ്റണം. സാറിന്റെ ഇത്രയും സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് സീൻ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞതായിരിക്കും. ഏത് പടമോ ഫേവറേറ്റ് സീൻ? ഒരു രംഗം, ഒത്തിരി സീൻ സിനിമ അത് മെമ്മറീസിനകത്തുണ്ട്, ദൃശ്യത്തിനകത്തുണ്ട്. ഞാൻ ഗസ് ചെയ്യട്ടെ, എനിക്ക് സാറിന് ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂസിലെല്ലാം കണ്ട സീൻ എന്ന് പറഞ്ഞാൽ റാണി അബദ്ധം പറയുന്ന സമയത്ത് ലാൽ സാറിന്റെ പെർഫോമൻസിന്റെ ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു സീനായിട്ട് ഇതൊന്നുമില്ലേ, അത് വേറെ ഒത്തിരി സീൻസ് ഉണ്ട്. പല സിനിമകളിലെ പല സീൻസ് ഉണ്ട്. മമ്മി ആൻഡ് മീയിലെ ചില സീൻസ് ഉണ്ട്, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ചില സീൻസ് ഉണ്ട്. കാരണം ഒരു സീൻ, ആ സീൻ എന്ന് പറഞ്ഞാൽ ആ സീനിനൊരു ഫുൾ ഓർഡർ സീൻ, അതല്ല ആ സീനിനൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സീൻ എന്നൊക്കെ പറയല്ലേ. അതാണ് 13. ഒരു സിനിമ കണ്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്ത ഒരു സിനിമയുണ്ടോ? ഒരു പടം കണ്ടിട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി, ചെറുപ്പത്തിലാവാം ഇപ്പോഴാവാം, ഒരു സിനിമ ഭയങ്കരമായ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയ ഒരു സിനിമ? നമ്മളെ ഭയങ്കരമായിട്ടൊന്നല്ല, നമ്മുടെ ചില ലൈൻ ഓഫ് തിങ്കിങ്ങിനെയും ചില നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ ചില സ്വാധീനിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അത് ഞാൻ കറക്റ്റായിട്ടൊന്നും ഓർക്കുന്നില്ല. ചില കാര്യങ്ങൾ ചില സിനിമയിൽ ചില ഇങ്ങനെ പറയുന്നത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെയല്ല, അപ്പം അങ്ങനെയൊക്കെ ആവണം എന്ന് ചിന്തിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഭയങ്കരമായി ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്നൊരു ചേഞ്ച് അങ്ങനെയൊന്നുമില്ല. ടഫസ്റ്റ് സീൻ യു ഷോട്ട്, ഏറ്റവും ഭയങ്കര ടഫായിട്ടുള്ള ഏതെങ്കിലും രംഗം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും അതേതായിരിക്കും? ഏത് രംഗമായിരിക്കും? നല്ല പണി എടുത്തിട്ടുണ്ട്, നല്ല പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം ഇപ്പൊ കഴിഞ്ഞ്, ഇനി ഒരെണ്ണം വരാനുണ്ട്. അതൊക്കെയാണ് വരാനുള്ളത്. അല്ല അത് വരാനുള്ള വരട്ടെ. അല്ല അത് പറയാൻ പറ്റത്തില്ല, വരാനുള്ള വരട്ടെ. അല്ല ഏത് പടത്തിലാണെങ്കിലും പറയാം. അല്ല അത് അതിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് വർക്കൊക്കെ. അപ്പൊ അത് മറ്റേതെന്ന് വെച്ചാല് എനിക്ക് നേരിനകത്ത് റേപ്പ് സീൻ. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഒട്ടും പറ്റില്ല. പക്ഷെ ആൾക്കാരെ അത് അലോസരപ്പെടുത്താനും പറ്റില്ല. ഫാമിലി ആയിട്ടിരുന്ന് കാണേണ്ട സിനിമയാണ്. കാരണം സാധാരണ വേറെ റേപ്പ് സീനൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു അതിൻ്റെ ഒരു റേപ്പ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് കട്ട് ചെയ്ത് നമുക്ക് സിംബോളിക്കലായിട്ടൊക്കെ പോകാം. ഇത് പറ്റത്തില്ല. പെൺകുട്ടിയുടെ മുഖവും ആ പെൺകുട്ടിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. അതൊരു ഞാനിങ്ങനെ കുറേ ദിവസം എടുത്തു, അതെങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യും, ഞാൻ അങ്ങനത്തെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട്. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ഫാമിലി വന്നിരുന്നിട്ട് കണ്ടിട്ട് അയ്യോ എന്ന് തോന്നരുത്, എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഡിസ്റ്റർബിംഗ് ആവണം. ഓഫ് കോഴ്സ് ആ പെൺകുച്ചിന്റെ അവസ്ഥ കണ്ട് പരിതപിക്കണം, ഓഡിയൻസിന് ഇതുണ്ടാവണം. പക്ഷെ ആൾക്കാർക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് അത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു അതിനകത്ത് അങ്ങനെയെന്നൊക്കെ പറയും. അതാണ് പ്രശ്നം. അത് നല്ല ഹോംവർക്ക് എടുത്തൊരു സീനാണ്. ദൃശ്യമല്ലാണ്ട് ഒരു പടത്തിന് സീക്വൽ ചാൻസ് ഉണ്ടോ? ഏത് പടത്തിനും സാധ്യതകളുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ വരണം എന്നുള്ളതാണ്. ഏതെടുത്താലും ഇപ്പൊ കൂമനാണേലും മെമ്മറീസ് ആണേലും ആ ക്യാരക്ടറൈസേഷൻ, ഞാനത് എനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഹോളിവുഡിൽ അങ്ങനെ ഒരു സംഭവം വന്നു, അപ്പൊ ചിലരത് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയില്ല. അല്ല ഞാനിപ്പോ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. നാളെ ഇനി അങ്ങനെ ഒരു കഥ വന്നാൽ ചെയ്യും, എനിക്കറിയില്ല. അത് ഇപ്പം എനിക്ക് അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. ആസ് ഓഫ് നൗ ഒന്നും പ്ലാനില്ല. ഇപ്പം ഒരു ഗ്രേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഡയറക്ടർ, ഇതിൽ ഏത് ലേബലിലാണ് സാറിന് അറിയപ്പെടാൻ താല്പര്യം? ഒരു ബെസ്റ്റ് ഡയറക്ടർ ഓർ കമേഴ്ഷ്യലി സ്റ്റോറി ടെല്ലർ. അത്രേ ഉള്ളൂ. എന്നെ ഒരു ഡയറക്ടറായിട്ടോ റൈറ്ററായിട്ടോ ഒന്നും വിളിക്കണ്ട. ഐ ആം ജസ്റ്റ് എ സ്റ്റോറി ടെല്ലർ. ഞാനൊരു കഥ പറയുകയാണ്, ആ കഥ എനിക്ക് തോന്നുന്ന രീതി ഞാൻ പറയുന്നു. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര സന്തോഷം. ചില കഥകൾ ചിലപ്പോൾ പറയുന്ന രീതി കൊണ്ടോ പല കഥയുടെ ഡെപ്ത് കുറവുകൊണ്ടോ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരുമായിരിക്കാം. ഐ എം സ്റ്റോറി ടെല്ലർ. അല്ലാതെ ഞാനിങ്ങനെ ഒരു ഡയറക്ടറാണെന്നോ റൈറ്ററാണെന്നൊന്നും ഞാൻ. സ്റ്റോറി ടെല്ലറിനൊപ്പം തന്നെ ജീത്തു ജോസഫ് പ്രസൻസ് എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്ന പടം തിയേറ്ററിൽ ഞാൻ പോയി കണ്ട പടം. സാർ എനിക്ക് സോറി ടു സേ തിയേറ്ററിൽ ആളുകൾ കുറവായിരുന്നു. ഫസ്റ്റ് ഷോയിലാണ് ഞാൻ പോയത്.
പക്ഷെ ഐ ലവ് ദാറ്റ് ഫിലിം സോ മച്ച്. എനിക്കത് ഞാൻ ക്ലൈമാക്സ് ഇതാണെന്ന് പ്രതീക്ഷിക്കുകയല്ല, അടുത്തത് അതുമല്ല, അത് കഴിഞ്ഞ് വേറൊരു ക്ലൈമാക്സ് കിട്ടി. അങ്ങനെ എനിക്കൊരു 3 ക്ലൈമാക്സ് എന്ന പടമാണ് ലെവൽ ക്രോസ്. ആ സിനിമ എനിക്ക് തിയേറ്ററിൽ തന്ന ഹൈ കണ്ട് ഞാനിപ്പോൾ സാറ് പറഞ്ഞില്ലേ സീസൺ കണ്ടിട്ട് ബാക്കിയുള്ളവർ തട്ടി നിർത്തി, ഞാൻ പോയി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് എടാ ഇത് പോയി കാണണം, ഈ സാധനം ഉണ്ട്, പടം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ലെവൽ ക്രോസിന്റെ ഒരു പരാജയം തന്നെ തോന്നുന്നു. ഐ സ്റ്റിൽ ഡോണ്ട്. അല്ല, അത് അങ്ങനെ വരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ സിനിമയെ കാണുന്ന, ഞാൻ സിനിമയെ കാണുന്ന പാഷനിലായിരിക്കില്ല വേറൊരാൾ സിനിമയെ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സിനിമയല്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാസ് സിനിമയൊക്കെ ഓളം വെച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വന്നിട്ട് അവരുടെ മുമ്പ് ദൃശ്യം പോയി ഇട്ടാൽ പോലും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരില്ല. മനസ്സിലായോ? അപ്പം അത് വളരെ സബ്ജക്റ്റീവാണ്. അപ്പോൾ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ഡയറക്ടറോടുള്ള എനിക്കൊരു ബഹുമാനം എന്ന് പറയുന്നത്, അയാൾ എന്നോട് അന്നേരം ആ കഥ എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ സ്ക്രീനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ സ്പീഡൊക്കെ കൂട്ടി ഇത് ചെയ്യായിരുന്നു. അന്നേരം ഈ പറയുന്ന അതിനകത്തെ ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും കാര്യങ്ങളും ഒന്നും അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ആകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്നേരം ഈ കൊമേഴ്സ്യൽ നമുക്കും അറിയാം ഈ പടം തിയേറ്ററിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ എന്നുള്ള ഒരു ഇതായിരുന്നു, നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ പടങ്ങൾക്ക് എനിക്ക് പറഞ്ഞത് അതിൻ്റെ മേക്കേഴ്സും അത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇറക്കുന്നത്. പിന്നെ അതൊരു ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഒരുപക്ഷെ ആസിഫ് അന്ന് എപ്പോഴോ പറഞ്ഞു, കിഷ്കിന്ധ്യാകാന്ഡം എന്ന് പറയുന്ന സിനിമ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഒരു റിവ്യൂ പോലെ കണ്ടപ്പം ആസിഫ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയെന്നാണ്. കാരണം അതിൻ്റെ പേസ് കൊണ്ടോ എന്തോ, നല്ല കഥയും ഇതുമാണ്. ഞാൻ ആ കിഷ്കിന്ധ്യാകാന്ഡം കണ്ടു കഴിഞ്ഞ് ഞാൻ കൈയടിച്ചു. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ പേസിലുള്ളൊരു പടം ഓഡിയൻസ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ. മനസ്സിലായോ? അവർ തന്നെയാണ് ഈ ലോക പോലെ അതും സ്വീകരിക്കുന്നത്. അവർ തന്നെയാണ് വലിയ തമിഴിൽ നിന്നും വരുന്ന മാസുകളും സ്വീകരിക്കുന്നത്. അപ്പം അവർക്ക് ആ നല്ല പ്രൊഡക്റ്റുകൾ വന്നാൽ അത് സ്വീകരിക്കും. പക്ഷെ അതിൽ തന്നെ ചിലപ്പോൾ ഒരു വിരസത ഇച്ചിരി കൂടുതൽ വരുമോ, അല്ല അതൊക്കെ ആയിരിക്കാം മറ്റേ ലെവൽ ക്രോസിന് നമ്മൾ. പക്ഷെ അപ്പോഴും അതിൻ്റെ ആ ഒരു എസൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ചെയ്തു. അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ രീതിയിൽ ചെയ്താൽ ഇപ്പൊ കിട്ടിയ ഫീല് കിട്ടത്തില്ല. അതാണ് കാരണം അതിനകത്ത് 3 പേരേ ഉള്ളൂ. 3 പേരുടെ ലോൺലി. ഇപ്പം മെമ്മറീസിനകത്ത് ആ ഫസ്റ്റ് ഹാഫിനകത്ത് ഞാൻ കുറേ ഏരിയ കുറച്ചിങ്ങനെ വലിച്ചിട്ടേക്കുന്ന, അത് സാം അലക്സിന്റെ ഒരു ലോകത്ത് ഒരു വിരസതയുണ്ട് എന്ന് പറയുന്ന രീതി. ചില ഐഡിയാസ് ആസിഫിന്റെ ജീവിതത്തിൽ ആ ഒരു വിരസതയുണ്ട്. ഉണ്ട്. അതേ പറഞ്ഞ. അപ്പൊ അതിനുവേണ്ടി ചിലതത് കിട്ടും, മനസ്സിലാവും, അതിൻ്റെതായ ഇതിലെടുക്കും. ഇതേപോലെ ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പം അന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഹെലിക്യാം ഷോട്ടുകൾ ഒത്തിരി എടുത്തിട്ട് ഉപയോഗിച്ചു ഇത് ചെയ്തു. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം അതൊരു ഏഞ്ചൽ ഡെവിളിന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നത്. അപ്പൊ എപ്പോഴും അവരെ കാണിക്കാതിരിക്കാനായിട്ട് ആ ടോപ്പ് ആംഗിൾ ഷോട്ടിന്റെ പർപ്പസ് അതായിരുന്നു. പക്ഷെ അവര് ഒത്തിരി ആൾക്കാർ എഴുതി അമിതമായ ഇതെന്ന് വെച്ചാൽ ഓക്കെ, ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ആകത്തില്ല, ചിലത് ഇതാവും എന്ന് പറയുന്നേ ഉള്ളൂ. സിനിമ അത്രേ ഉള്ളൂ. ഇപ്പം സാർ ഇപ്പം പറഞ്ഞല്ലോ ഈ ത്രില്ലർ അടുപ്പിച്ച് ഞാൻ ചെയ്യാറില്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ മെമ്മറീസും ദൃശ്യമൊക്കെ അടുപ്പിച്ച് വന്നതാണ്. ഈ ജോണർ ഷിഫ്റ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയും. ഇപ്പം നുണക്കുഴി കഴിഞ്ഞിട്ട് ഒരു ത്രില്ലർ പടം വരുന്നു, ഒരു ഫുൾ ഫ്ലെഡ്ജ് കോമഡി പടം. ഇപ്പം നുണക്കുഴിയല്ല, ഞാൻ പറയുന്നത് മൈ ബോസ് പോലത്തെ ഒരു സിനിമ. ഇപ്പം ഏറ്റവും കൂടുതൽ കോമഡിയിൽ സംസാരിക്കപ്പെടുന്നത് മൈ ബോസ് ആണല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ സാർ ലവ് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ മ്യൂസിക് ബേസിക്കലി എന്നാ നല്ലൊരു സ്ക്രിപ്റ്റോ തോട്ടോ കിട്ടാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം മൈ ബോസ് എന്ന് പറയുന്ന സിനിമയുടെ ബേസിക്കലി അതിനകത്ത് നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. കാരണം അതൊരു ഭയങ്കര ഇൻസ്പയർഡ് ഫിലിം തന്നെയാണ്. അല്ല അതെ, നമ്മൾ എന്നാ നമ്മുടെ നാട്ടിലേക്ക് അത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതേ പറഞ്ഞ ഇപ്പം ചില സിനിമകൾ ഇപ്പം ചില ഐഡിയാസ് വന്ന് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഹ്യൂമറിന് ഒത്തിരി സ്പേസ് ഉള്ള സിനിമയായിരിക്കും. പക്ഷെ ഏറ്റവും പേടിക്കേണ്ട ഒരു ഏരിയ ഹ്യൂമറാവും. വർക്കൗട്ട് ആയില്ലേ ഉണ്ടല്ലോ, ആൾക്കാർ അയ്യേന്ന് വെച്ചിട്ട് പോകും. ബാക്കി ത്രില്ലർ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് വിട്ട് 2 ഷോട്ട് വിട്ട് വരട്ടി അയ്യെന്നുള്ളതൊന്ന് മാറ്റിയെടുത്ത് വേണേലും പോകാം. പക്ഷേ ഹ്യൂമർ പാളിയാൽ നമ്മൾ ചളിയാകുക എന്ന് പറയില്ല, അതാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ചെയ്യും. ഞാനെപ്പോഴും പണ്ട് 1-2 തവണ പറഞ്ഞിട്ടുണ്ട് ജോണി ആന്റണിയോട്, എനിക്ക് എ ഡി മൂസ പോലത്തെ ഒരു സിനിമയാണ് എന്താഗ്രഹം ഉണ്ടെന്നൊക്കെ. അപ്പം അത് അന്നത്തെ കാലത്ത് നോക്കി, ഇന്ന് വന്നാൽ എങ്ങനെ ഇരിക്കും എനിക്കറിയില്ല. പക്ഷെ അതിനെ ചിലപ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യായിരിക്കും. കാരണം അന്ന് അവരുടെ ക്യാപ്ഷൻ തന്നെയായിരുന്നു ടേസ്റ്റ് ദ ബ്ലണ്ടർ. അതാണ് അവർ ആ സിനിമ അങ്ങനെയാന്ന് പറഞ്ഞു തന്നെ ഇറക്കിയത്. അത് പക്ഷെ ഭയങ്കര ഒരു മേക്കിംഗ് വരുന്നത്. ഇപ്പൊ മിറാജ് റിലീസ് ആകുമ്പോൾ സാർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ സാറിന്റെ നിലവിലത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്?
എന്തെങ്കിലും ടെൻഷൻസ് എല്ലൊന്നുമില്ല? അല്ല, ഞാനിനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ സിനിമ നമ്മുടേതായ രീതിയിൽ ചെയ്തിറക്കിയിട്ടുണ്ട്. ആ സിനിമ ഇത് ഭയങ്കര ഇമോഷണൽ ത്രില്ലർ അല്ല, അതൊരു കുറച്ച് ഇവൻറ്റ്ഫുൾ. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഒരു യാത്രയിൽ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഇത് തേടിയുള്ള യാത്രയിൽ ഒരു സംഭവം കാണുമ്പോൾ അതാണ് പ്രശ്നം എന്ന് കരുതുമ്പോൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതല്ല. ആ ഒരു ഇലൂഷൻ പോലത്തെ ഫീൽ ഉണ്ടല്ലോ ഈ മിറാഷിൻ്റെ, അതാണ് ആ സിനിമയുടെ ഒരു ഇത്. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പേരിട്ടത്. അതുകൊണ്ടൊരു ഇവൻറ്റ്ഫുൾ ത്രില്ലറാണ്. അതിങ്ങനെ വൺസ് ഒന്ന് കയറിയാൽ എനിക്ക് വേണം അത്യാവശ്യം ഇങ്ങനെ ഒരു പേസിൽ ഇങ്ങനെ സംഭവവാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കും. സസ്പെൻസ് ത്രില്ലറാണോ? അങ്ങനെ ചോദിച്ചാൽ സസ്പെൻസും ഒക്കെ ഉണ്ടാവും. അതൊരു യാത്രയാണ് ആക്ച്വലി. അത് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത്രേ പറയാറില്ല. അതെ, അങ്ങനെ ഇവന്റ്ഫുൾ ത്രില്ലറായിട്ട് മിറാഷ് മാറട്ടെ, തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെടട്ടെ. എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.